അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ രണ്ടാം ഭാഗം ദുറൂസുൽ ഇസ്ലാമിലെ 17ാമത്തെ പാഠം ഫി ഈശത്തിർ റാദിയ എന്ന പാഠത്തിലെ തദ്രീബാത്ത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നഖ്റ വനഫം വായിച്ച് മനസ്സിലാക്കാനുള്ളത് ശോഭിതം, തിളങ്ങുന്നത്, പ്രൗഢി, ഉയർന്ന അവസ്ഥ, നിരർത്ഥകം, അർത്ഥമില്ലാത്തത്, ഹൃദ്യം, സന്തോഷമുണ്ടാക്കുന്ന, സജ്ജനം, നന്മ ചെയ്യുന്ന ആളുകൾ. ഇനി രണ്ടാമത്തെ നുബയ്യൻ. ഒന്ന്, സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖങ്ങൾ എന്തെല്ലാമാണ് സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖങ്ങൾ? സ്വർഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകൾ, ഉയർന്നു നിൽക്കുന്ന ശയ്യകൾ, പിന്നെ പ്രത്യേകം തയ്യാർ ചെയ്ത കപ്പുകൾ, അണിയായി നിരന്നു നിൽക്കുന്ന തലയിണകൾ, വിരിച്ചുവെച്ച പരവതാനികൾ. ഇനി രണ്ടാമത്തെ നുജീബ്, ഉത്തരമെഴുതാനാണ്. ഉത്തരമെഴുതാനിൽ ഒന്നാമത്തത് ആർക്കാണ് സ്വർഗം ലഭിക്കുക? ആൻസർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക്. രണ്ട്, സ്വർഗാവകാശികൾ എങ്ങനെയായിരിക്കും? ആൻസർ അവിടെ ദുഃഖമില്ല, സന്തോഷം മാത്രം, ഭയമില്ല, സമാധാനം മാത്രം, രോഗമില്ല, ആരോഗ്യം മാത്രം, മരണമില്ല, ശാശ്വതമായ ജീവിതം. ഇനി അടുത്തത് മൂന്നാമത്തത് സ്വർഗത്തിൽ എന്തെല്ലാം ലഭിക്കും? ആൻസർ വിവിധ വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുള്ള പഴങ്ങൾ, ഹൃദ്യമായ ഭക്ഷണങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങൾ, താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന തോട്ടങ്ങൾ. ഇനിയും പാഠത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഭംഗിയുള്ള വസ്ത്രം, ഹൂറുൻ ഐനുകളായ സ്വർഗീയ സുന്ദരികൾ, പിന്നെ മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങൾ, പിന്നെ പ്രൗഢിയുള്ള വാഹനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകത്തിലുണ്ട്, അതൊക്കെ അവിടെ എഴുതി ചേർക്കാം സൗകര്യം പോലെ. 4, സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏത്? ആൻസർ അള്ളാഹുവിനെ കാണൽ. 5, സ്വർഗത്തിൽ എങ്ങനെയുള്ള വാഹനങ്ങളാണുള്ളത്? ആൻസർ പ്രൗഢിയുള്ള വാഹനങ്ങൾ. 6, സ്വർഗീയ ഭവനങ്ങൾ എങ്ങനെയുള്ളതാണ്? ആൻസർ ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങളാണ് സ്വർഗത്തിലുള്ള ഭവനങ്ങൾ. അടുത്തത് 4, നഖ്റ വ നക്തുബ്, വായിച്ചിട്ട് അതേ രൂപത്തിൽ അക്ഷരങ്ങൾ, ഹർക്കത്ത്, പുള്ളിയൊന്നും തെറ്റാതെ എഴുതാനുള്ളതാണ്. ഈശത്തുൻ റാളിയ, അതേ രൂപത്തിൽ എഴുതുക. ഈശത്തുൻ റാളിയത്തുൻ. ഇനി അടുത്തത് രണ്ടാമത്തത് 3, 4, 5 അങ്ങനെ 6 വരെ അതേ രൂപത്തിൽ തന്നെ ഇങ്ങോട്ട് എഴുതി കൊടുക്കാനുള്ളതാണ്. ശേഷം നുൻഷിഉൽ ജുമല, ചില പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് വാക്കുകൾ ഉണ്ടാക്കണം. 1, പ്രൗഢിയുള്ള വാഹനങ്ങൾ. അടുത്തത് ഹൃദ്യമായ ഭക്ഷണം. അടുത്തത് നിരർത്ഥകമായ സംസാരം. അടുത്തത് ശോഭിതം, ചില ആളുകൾ അന്ന് ശോഭിതരാകും. 5, അനുഗ്രഹം, ഏറ്റവും വലിയ അനുഗ്രഹം. ഇൻഷാ അല്ലാഹ് ഇതോടെ ഈ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.